മനസ്സെല്ലാവരുടെയും കൺട്രോളിലുള്ള സാധനമാണോ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ. അപ്പം അത്തരം മനസ്സ് കൈവിട്ടുപോയി പിന്നെ ഇരുന്ന് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം പോകുന്ന വഴി സ്വയം നിയന്ത്രിക്കാൻ കുറച്ചൊരു കഴിവുണ്ടാവുക നല്ലതല്ലേ? ആണോ? ഇനി അതല്ല, നമ്മുടെ കൂടെയുള്ള ആൾ ഒന്ന് കൈവിട്ടാലും നമ്മൾ കൈപിടിച്ചുയർത്താൻ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ അതിനുള്ള ഒരു വാക്കുകൾ, ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലാവും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, അതാണ് ഈ ഭാഗവതമൊക്കെ കേട്ട് പഠിച്ചാലുള്ള ഒരു ഗുണം. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഒരു വേണ്ടപ്പെട്ട ഒരാളുടെ മരണവാർത്ത അറിഞ്ഞിട്ടാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും റൂമിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോഴേക്കും അതാ വരുന്നത്. ഉടനെ എനിക്ക് ഫോൺ കിട്ടി അവരുടെ വേണ്ടപ്പെട്ട ആൾ. ഞാൻ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെ മനസ്സിന് കിട്ടുന്ന ഒരു ഫലമുണ്ടല്ലോ, ഒരു നിമിഷം കൊണ്ടെല്ലാം കൈവിട്ടു എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, ആ ഒരു ധൈര്യമാണ് നമുക്കൊക്കെ കൊടുക്കേണ്ടത്. വേണോ വേണ്ടയോ? അത് പറയൂ. അത് താനെ കിട്ടില്ല, അത് നമ്മൾ അറിവ് നേടുക തന്നെ വേണം. അതിനാണ് നിങ്ങൾ ചില ശ്ലോകങ്ങളൊക്കെ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഗീതയും ഭാഗവതവും നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഏറ്റുവോ? നിങ്ങൾ ഏറ്റുവോ? എത്ര പേര് ഏറ്റു? നാളെ നിങ്ങൾ പലരും വരില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ പറഞ്ഞു തരേണ്ടത് എൻ്റെ ജോലിയാണ്, മനസ്സിലാക്കി തരേണ്ടത് എൻ്റെ ജോലിയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വെറും വീടും പറമ്പും മക്കളെയും കൊണ്ട് നടന്നാൽ ഒരു കാലം വരും, നിങ്ങളെ ആർക്കും വേണ്ടാത്തൊരു കാലം. അന്ന് നിങ്ങൾ തിരിച്ചറിയും, കുറച്ചൊക്കെ ഒരു ആത്മബലം നേടിയിരുന്നെങ്കിൽ ഇന്ന് സ്വസ്ഥതയുണ്ടായിരുന്നു. അന്ന് മനസ്സ് നിങ്ങളെ വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ അനാവശ്യമായി പിച്ചും പിയും പറയും, പിറുപിറുക്കും. അവസാനം ഇനിയുള്ള ഒരു കാലം നരകിച്ച് ജീവിക്കണം. അവഗണനയും ചിലപ്പോൾ ഓൾഡ് ഏജ് ഹോമുകളും എവിടെങ്കിലൊക്കെ ഒന്ന് കൊണ്ടാക്കി ഒരു ഉപദ്രവമായി നമ്മൾ മാറും. ഇപ്പം നിങ്ങൾ മനസ്സിനെ അവഗണിച്ചാൽ പിൽക്കാലത്ത് പിടുത്തം കിട്ടാത്ത, കൈവിട്ടു പോകുന്ന ഒരു വാഹനം പോലെ ഈ മനസ്സ് നിങ്ങൾ വിചാരിക്കരുത് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന. മനസ്സിലാവണ്ടല്ലോ, പ്രായമാകും തോറും മനസ്സിൻ്റെ ആരോഗ്യം കൂടുകയല്ല, കുറയുകയാണ്. അപ്പം നമ്മളൊരു ഭാരമായി മറ്റുള്ളവർക്ക്. ശരീരത്തിന് ആരോഗ്യം കുറഞ്ഞാൽ അതുപോലെ അസുഖമായിട്ട് അവിടെ കിടക്കുള്ളൂ. മനസ്സിൻ്റെ ആരോഗ്യം പോയാൽ അത് വിഷമങ്ങളും വേദനകളും കുറ്റപ്പെടുത്തലുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി എന്തോന്നും മിണ്ടാത്ത നിങ്ങൾ പ്രയാസരി. അന്ന് നിങ്ങൾ മനസ്സ് കുറച്ചുകൂടി ശക്തിപ്പെടണം ആയിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ചിലവർ കണ്ടു പഠിക്കും, ചിലവർ കൊണ്ടാലും പഠിക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലിരുന്നോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉള്ളത് ഞാൻ തുറന്നു പറയാണ്, നാളെ ഏകാന്തതയിലേക്കുള്ള ഒറ്റപ്പെടലിൻ്റെ ഒരു ജീവിതം നിങ്ങൾക്ക് വരും. ആ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട മക്കളൊക്കെ നിങ്ങൾ വിടുന്നു എന്നുള്ളതല്ല. നമ്മുടെ മനസ്സ് പ്രായമാകുമ്പോൾ, ദുർബലമാകുമ്പോൾ അത് പറയുന്നതൊന്നും മറ്റുള്ളവർക്കത്ര അവർക്ക് പറയൂ ഇഷ്ടപ്പെടില്ല. അപ്പം നിങ്ങൾ എത്ര ആളുകൾ വീട്ടിലുണ്ടെങ്കിലും ഒരു അവഗണന, ഒരു ഒറ്റപ്പെടുത്തൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക, ദൈവമേ ഇവിടെ നിന്ന് എത്രയും വേഗം പോയാൽ മതി. കാരണം മതിയായി. ആലോചിച്ച് നോക്കൂ, വീട്ടിൽ ആളുകളുണ്ട്, പക്ഷെ നിങ്ങളെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ, നിങ്ങളെത്ര കെയർ ചെയ്യാതിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ വേദനയാണത്. ആണോ? അതുകൊണ്ട് അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴേ ഇതിനൊക്കെ ഒന്ന് മെനക്കെട്ടാൽ പ്രായമാകുമ്പോൾ നമ്മളൊരു ഭാരമാവില്ല. പ്രായമാകുമ്പോൾ നമ്മളൊരു വഴികാട്ടികളായി മാറും. കാരണം ഇപ്പോഴേ നമ്മൾ മനസ്സിന് ബലം കൊടുത്തു കഴിഞ്ഞാൽ, പരിശീലിച്ചു കഴിഞ്ഞാൽ, പ്രായമാകും തോറും നിങ്ങളൊരു വലിയൊരു ശക്തിയായിട്ട് മാറും. ഭാഗവതത്തിൽ തന്നെ ഒരു വരുന്ന കഥയാണ്. ഞാനൊന്ന് ബൈപ്പാസ് ചെയ്ത് പോവാണ്. ആ കഥയിലേക്ക് വാസ്തവത്തിൽ അതൊരു ഓർഡർലി പറഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ ഈ കോണ്ടസ്റ്റിൽ അത് പറയുന്നത് മാത്രം. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. മഹാഭാരത യുദ്ധം 18 ദിവസമായിരുന്നു.
18ാമത്തെ ദിവസമാണ് ഭീമസേനൻ ദുര്യോധനനെ തുടക്കടിച്ച് അടിച്ചു പൊളിച്ച് വീഴ്ത്തിയത്. അതോടുകൂടി കുരുവംശത്തെ വീഴ്ത്തിക്കളഞ്ഞു. പാണ്ഡവന്മാർ വിജയശ്രീലാളിതരായി. രാജ്യം പാണ്ഡവരുടെ കയ്യിലെത്തി. യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. രാജ്യം യുധിഷ്ഠിരൻ്റെ കയ്യിലാണ്. പക്ഷെ യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രൻ രാജ്യം ഭരിക്കാൻ തയ്യാറില്ല. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം എനിക്ക് വേണ്ട, കാരണം ഗുരുവിനെ ചതിച്ചു കൊന്നതാണ്. ഈ യുദ്ധം ധർമ്മത്തിൻ്റെ യുദ്ധമല്ല, പാവം ഗുരുവിനെ പറ്റിച്ചു. നമ്മൾ എങ്ങനെയാ ഗുരുവിനെ പറ്റിച്ച കഥ അറിയാലോ. എങ്ങനെയാ പറ്റിച്ചത്? അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരുള്ള ഒരു ആനയെ കൊന്നിട്ട് അദ്ദേഹത്തെ കേൾക്ക വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാമാ കുഞ്ചര. ഉറക്കെ പറഞ്ഞു ഹതാന്ന്. അശ്വത്ഥാമാ കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞു, ഹതാന്നും പറഞ്ഞു. ഈ പാവം മനുഷ്യൻ തെറ്റിദ്ധരിച്ചു, എൻ്റെ മകൻ കൊല്ലപ്പെട്ടു, തളർന്നുപോയി. അപ്പോഴാണ് ദൃഷ്ടതിഗ്നൻ അമ്പ് ചെയ്യുന്നത്. ഇതുപോലെ കർണനെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നത് രഥചക്രം വീണുപോയി കിടക്കുമ്പോഴാണ്. ദുശാസനന്റെ മാറുകീറി രക്തമെടുക്കുന്നത്. ദുര്യോധനനെ ആണെങ്കിൽ ഗദ ഒരിക്കലും അരക്കെട്ടിന് താഴെ ഉപയോഗിക്കരുതെന്നൊക്കെയാണ് പഴയകാലത്തെ നിയമം. പക്ഷെ ഇവിടെ ദുര്യോധനെ വീഴ്ത്തുന്നത് തുടയെല്ലുകൾ അടിച്ചു പൊട്ടിച്ചിട്ടാണ്, അല്ലാതെ വേറെ യാതൊരു വഴിയില്ല. അത്രയും ശക്തി ആർജിച്ചിരിക്കേണ്ട ദുര്യോധനൻ. ഇതെല്ലാം കുറ്റബോധമുണ്ടാക്കി യുധിഷ്ഠിരന്. കാരണം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. രാജ്യം ഭരിക്കാൻ കൂട്ടാക്കിയില്ല. ഭഗവാൻ കൃഷ്ണൻ ഇദ്ദേഹത്തിനെ കൗൺസിലിംഗ് ചെയ്തു, പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല. ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാൻ തന്നെ പ്രബുദ്ധനാക്കിയെങ്കിൽ അങ്ങോട്ട് ഏറ്റില്ല. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് പിന്നീട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക്. ശരീരം മുഴുവൻ കുത്തിക്കീറുന്ന ശരത്തിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ ശരത്തിൽ കടന്ന് രക്തം വാർന്നൊഴുകി ശരീരം തളർന്നു കിടക്കുമ്പോഴും തളരാത്തൊരു മനസ്സോടുകൂടിയിട്ടാണ് കിടക്കുന്നത്. ധർമ്മപുത്രർക്ക് ആശ്ചര്യമായി. ഇങ്ങനെയൊക്കെയുള്ള മനസ്സ് എപ്പോഴും തളരേണ്ടതാണ്. കാരണം ഇവിടെ ചെറിയൊരു ശരീരത്തിന് അസുഖം വന്നാൽ പോലും മാനസികമായി നമ്മളൊക്കെ വളരെ അസ്വസ്ഥതാണ്, ക്ഷീണിതരാണ്. നമുക്കൊരു ഊർജം തോന്നില്ല. തോന്നോ? 2 ദിവസം ലൂസ് മോഷൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടി നടക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുമോ? ഒരു ഊർജ്ജം ഉണ്ടാവില്ല. കാരണം നമുക്കൊരു എനർജി മതിയാവില്ല. വയറിന് മാത്രമല്ല, എവിടെ ഇപ്പോൾ തലവേദന വന്നാൽ തന്നെ നമുക്കൊരു ഊർജ്ജം തോന്നില്ല. തോന്നോ? ഇല്ല. ഇവിടെ ശരത്തിൽ കിടക്കുന്ന, ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ മാനസികമായി വളരെ ശക്തൻ. ആശ്ചര്യത്തോടെ കൈകൂപ്പി, ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോഴാണ് ഭീഷ്മ പിതാമഹൻ പറഞ്ഞത്, എൻ്റെ ശരീരമേ ഞാൻ ശരത്തിന് വിട്ടുകൊടുത്തുള്ളൂ, ശരീരമേ ഞാൻ ശരശയിൽ വീഴ്ത്തിയിട്ടുള്ളൂ. എൻ്റെ മനസ്സിപ്പോൾ ശരത്തിലല്ല. യസ്യ സ്മരണമത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എന്താ പറഞ്ഞു കൊടുത്തത്? കഷ്ടാട്ടോ. വിഷ്ണു സഹസ്രനാമം. നമുക്കെല്ലാവർക്കും വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പഠിക്കണം. കാരണം ഇത്തരം മന്ത്രങ്ങൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ഇന്നിപ്പം BP പെട്ടെന്ന് വരുന്ന കാലഘട്ടമാണ്. BP ഷുഗർ പെട്ടെന്ന് നമ്മൾ ലെവല് തെറ്റുന്ന കാലമാണ്. ആണോ? പഴയതിനേക്കാളും നമ്മൾ നോക്കൂ, അസുഖങ്ങൾ ഒന്നിൻ്റെ പുറകിൽ കൂടി വരികയാണ്. പണ്ടൊക്കെ ഇത്ര നമ്മൾ ക്യാൻസർ കേട്ടിട്ടുണ്ടോ? പറയൂ നിങ്ങൾ. ഒരാഴ്ച മുമ്പ് ഒരു പെൺകുട്ടിയെ 30-35 വയസ്സുള്ള കുട്ടിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. നമുക്ക് 30-35 വയസ്സിലാണ് ഇതൊക്കെ കയറി പിടിക്കുന്നത്. ഒരു ജീവിതം കണ്ട് ആരംഭിക്കുമ്പോഴേക്കും രോഗം പിടിച്ചുകൂടുക. നമ്മൾ കഴിക്കുന്ന ആഹാരം മാറി, പല കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ഹോർമോൺ കണ്ടന്റ് ഭക്ഷണങ്ങൾ. അതുകൊണ്ട് BP പെട്ടെന്ന് മാറുന്നു. ഈ ബ്ലഡ് പ്രഷർ മാറുന്നതോടുകൂടിയിട്ട് അത് മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനത്തെ അവർക്ക് പറയൂ ബാധിക്കുന്നു.
അപ്പം അതുകൊണ്ട് പെൺകുട്ടികളിലൊക്കെ നോക്കൂ നിങ്ങൾ, ചെറുപ്പത്തിലെ ഹൈ ടെൻഷൻ എടുത്ത് ഇതിൻ്റെയൊക്കെ യൂട്രസിനെ ബാധിക്കുന്നു, അതിൻ്റെയൊക്കെ ഫിലോപ്പിൻ ട്യൂബിനെ ബാധിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല, ഉണ്ടാവുന്നതിന് മിസ്കാരേജായി പോകുന്ന എന്തെല്ലാം അപകടങ്ങളാണ്. കോംപ്ലിക്കേഷൻസ് പണ്ടത്തേനേക്കാൾ കൂടുതലാണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? നിങ്ങളുടെയൊക്കെ മുത്തശ്ശിമാർ പണ്ട് പ്രസവിച്ചപ്പോൾ അതിന് ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ തന്നെ അതിനറിയില്ല. പിന്നെ വയറൊക്കെ വലുതായി, ഗർഭിണിയായി. ഇന്നത്തെ പോലെ ടെസ്റ്റുകളുണ്ടോ? ഉണ്ടോ? അവര് ശ്രദ്ധയോടുകൂടി ഭക്ഷണക്രമങ്ങളൊക്കെ കൊണ്ട് നടന്ന് അവർ സുഖമായി പ്രസവിച്ചു. സിസേറിയൻ എന്നുള്ളത് ഞാൻ എൻ്റെ മുത്തശ്ശിയിൽ കേട്ടിട്ടില്ല. മുത്തശ്ശി ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, എന്താ ഈ സിസേറിയൻ എന്നൊക്കെ പറഞ്ഞാൽ. 8 പ്രസവിച്ച 9 പ്രസവിച്ച പല ആളുകൾക്കും അന്ന് ഒരു സിസേറിയൻ്റെയും പറയൂ, ഇന്നൊരു കുട്ടി വരുന്നെങ്കിൽ സിസേറിയനാണ്. അപ്പം അത് തന്നെ മനസ്സിലാക്കിക്കൂടെ? ഒരു നോർമൽ ലൈഫിൽ നിന്ന് നമ്മൾ വളരെ മാറി. അപ്പം ഈ മന്ത്രങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ? മനസ്സിലാക്കണം, ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിനെ സ്വരിച്ചു ചൊല്ലുക പറയും. അതായത് സംസ്കൃത ശബ്ദങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി, ഇംഗ്ലീഷ് ഭാഷ പോലെയല്ല സംസ്കൃത ശബ്ദങ്ങൾ. ഈ സംസ്കൃത ശബ്ദങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ, നിങ്ങൾ അക്ഷരം പഠിക്കുമ്പോൾ വവൽസ് ആൻഡ് കൺസൺസ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ആ ആ ഈ ഈ ഊ ഊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴല്ലോ നമ്മുടെ ഈ ശരീരത്തിലുണ്ടാകുന്ന ഈ നമ്മുടെ മൂമെൻറ്റ്സ്, ഈ മൂമെൻറ്റ്സ് ഒക്കെ അവിടെയുള്ള നെർവസ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രാണ ഫ്ലോ അത് കറക്റ്റായിട്ട് വരും. അപ്പം നമുക്ക് കഴുത്തിൽ നിന്നുണ്ടാക്കുന്ന ശബ്ദങ്ങൾ കണ്ഠവ്യം എന്ന് പറയും, നാക്കിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ താലവ്യം എന്ന് പറയും, പല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ദന്തവ്യം എന്ന് പറയും, നാസിക, ഇങ്ങനെ ഓഷ്ട്യം, ഇങ്ങനെ പലതരത്തിലുള്ള ശബ്ദ വ്യതിയാനങ്ങൾ മന്ത്രങ്ങളിലൂടെ ഉച്ചരിക്കുമ്പോൾ തലച്ചോറിനും ഓരോ അവയവങ്ങൾക്കും വേണ്ടുന്ന പ്രാണശക്തി കൂടുമ്പോൾ ഈ ബ്ലഡ് പ്രഷറും മറ്റ് തരത്തിലുള്ള പ്രാണൻ്റെ പ്രവർത്തനങ്ങളുടെ കുറവുകളൊക്കെ അതിലൂടെ നികത്തപ്പെടും. അതുകൊണ്ട് അമ്മമാർ ശ്രദ്ധിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ എന്താ ഗുണമെന്നത് ആയുർവേദ ശാസ്ത്രജ്ഞനായ ലോകത്തിലെ ആദ്യത്തെ ഒരു മെഡിക്കൽ പുസ്തകം തയ്യാറാക്കിയ ആള്, അദ്ദേഹത്തിൻ്റെ പേര്, ലോകത്തിലെ ഫസ്റ്റ് മെഡിക്കൽ ബുക്ക് പ്രിപ്പയർഡ് ബൈ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ ഋഷിയാണ്. ഇന്ന് അദ്ദേഹത്തിനെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്, മെഡിസിനൽ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചരകൻ എന്നാണ്. ആരാണ്? അദ്ദേഹം എഴുതിയ ഒരു കൃതിയുടെ പേരാണ് ചരക സംഹിത. എന്താണ്? ചൊരക്കയോ? കഴിക്കണതേ പറയുള്ളൂ. ഇത് ചരവിയല്ല, ചൊരക്കയല്ല, ഇത് ഉറക്കെ പറയൂ, ചരക സംഹിത. അങ്ങനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടവരൊന്ന് കൈപൊക്കോ ആരൊക്കെയാണെന്നുള്ളത്? വളരെ നല്ലത്. കറുകച്ചാൽ അത്ര മോശമൊന്നുമല്ല. അപ്പോൾ ഈ ചരക അതിന് ശേഷമാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റായിട്ട് അത് ട്രീറ്റ് ചെയ്ത ഒരു വൈദ്യനും ശാസ്ത്രജ്ഞനുമാണ് മറ്റൊരു മഹത് വ്യക്തിത്വം. അദ്ദേഹമാണ് ശുശ്രുതൻ. ആരാണ്? ഇന്നിപ്പം ഈ കാനഡയിലെ കാൽഗറിയിലാണ് തോന്നുന്നു. ഞാൻ ഒരിക്കൽ കാൽഗറിയിൽ ഒരു യൂണിവേഴ്സിറ്റി പോയപ്പം അത്ഭുതം തോന്നി. അവിടെ വെച്ചിരിക്കുന്ന ഒരു പ്രതിമയുണ്ടല്ലോ, ശുശ്രുതനെയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ശുശ്രുതനെയാണ് വെച്ചത്. അപ്പോൾ അവർ നമ്മുടെയൊക്കെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടും എന്നത് ചരക സംഹിതയിൽ ചരക ഋഷി എഴുതി വച്ചിരിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമാനം സർവാൻ രോഗാൻ വ്യപോഹ്യതി. അദ്ദേഹം പറഞ്ഞു 2 തരമാണ് രോഗം. ഒന്ന്, ശരീരത്തിന് വരുന്ന രോഗത്തെ ജനറലി ക്ലാസിഫൈ ചെയ്ത് വിളിക്കുന്ന പേരാണ് വ്യാധി. എന്താണ്? എന്നാൽ ഈ വ്യാധി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മനസ്സിലുണ്ടാകുന്ന ആധിയാണ്. ആധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആങ്സൈറ്റി എന്ന് പറയും. അതിന് ഒരു തരം ആങ്സൈറ്റി ഒരു പ്രശ്നമാണ്, പേടി ഒരു പ്രശ്നമാണ്. ആധി എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. ചിലതാണെങ്കിൽ ചിലവർക്ക് വളരെ കോംപ്ലക്സ് ആണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പല കോംപ്ലക്സ് മനസ്സിൽ. അപ്പം ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ ആധി എന്ന് പറയും. ഇപ്പം ചിലർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, നിറം പോരാ, നീളം പോരാ. ഇത് ഇവരുടെ ഉള്ളിലൊരു ആധിയാണ്. ഇത് ഇവരെ എന്തെങ്കിലും സിക്കാക്കി മാറ്റിയിട്ടുണ്ടാവും.
അപ്പൊ അതുകൊണ്ട് ശരീരത്തിന് ഒരുവിധം രോഗങ്ങൾ തരുന്നതിൽ ആർക്ക് പങ്കുണ്ട്? വ്യാധിയിൽ നിന്നല്ല ആദി ഉണ്ടാവുന്നത്, ആദിയിൽ നിന്നും. നോക്കൂ, അമ്മമാർക്കത് പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അവരെന്തെങ്കിലും കണ്ട് പേടിച്ചു പോയിരിക്കും. ശബ്ദം കേട്ട് ഞെട്ടിപ്പേടിച്ചു, കൊച്ചു കുട്ടികളാണ്. അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം കണ്ടു, ആ പേടിയിൽ ഞെട്ടിപ്പേടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പനി വരാനുള്ള സാധ്യത ഉണ്ടോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? വരുമോ ഇല്ലയോ? വരും. അപ്പൊ ഭയം മനസ്സിൽ തട്ടിയപ്പോൾ അത് പിറ്റേ ദിവസം ഒരു വ്യാധിയായി മാറി. അപ്പൊ ആദിയിൽ നിന്നും വ്യാധി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തെളിവാണ്, എവിഡന്റ് ആണ്, നമ്മൾ കാണുന്ന കാഴ്ച. എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആദിയുടെ ശക്തി കുറച്ചാൽ വ്യാധിയുടെ ശക്തി കുറയ്ക്കും. അപ്പൊ ഈ ആങ്സൈറ്റി സിൻഡ്രം, കോംപ്ലക്സുകൾ, അതുപോലെ തന്നെ മെന്റലി ഉള്ള ഡിപ്രഷൻസ്, ടെൻഷൻ, ഇന്നത്തെ ഭാഷ പറഞ്ഞ സ്ട്രെസ്, ഇതൊക്കെ കുറയ്ക്കാൻ സാധിച്ചാൽ വ്യാധിയും കുറയ്ക്കാം. അപ്പൊ നമുക്ക് കുറേ പ്രഷർ കുറയ്ക്കാം, മീൻസ് ബാലൻസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യും, ഇൻസുലിൻ പ്രോപ്പറായിരിക്കും, അതുപോലെ കോർട്ടിസോൺ അതുപോലെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും, ഹോർമോണിക് ബാലൻസ് വരും. എല്ലാം നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന എൻസൈംസ് എല്ലാം, കെമിക്കൽസ് എല്ലാം ബാലൻസ്ഡ് ആകുമ്പം ഒരുവിധം രോഗങ്ങളില്ലാതെ നമുക്ക് പറയൂ കൊണ്ടു നടക്കാൻ വേണോ? അതിനാദ്യം ആദി ഉണ്ടാവരുത്. എവിടെ? മനസ്സിൽ. പക്ഷേ മനസ്സിൽ ആദി ഉണ്ടാവും, പേടി മനസ്സിൽ വരും. ഉണ്ടാവുമോ? എന്താ പറയൂ നിങ്ങൾ? മക്കളെ കുറിച്ചുള്ള ചില അസ്വസ്ഥതകൾ വരുമോ? ഇല്ലയോ? വരും. അതുപോലെ തന്നെ ഓരോ കാര്യത്തിൽ നമുക്ക് ചില അസുഖം, എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഒരു ഭയം ഉണ്ടാവില്ലേ? ഇപ്പം നിങ്ങളൊരു ചെറിയൊരു വയറുവേദനയായിട്ട് ചെന്നു, ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സി എടുക്കണമെന്ന്. ആ റിസൾട്ട് വരുന്നത് വരെ ടെൻഷനാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ടെൻഷനാണ്. ആണോ? അപ്പൊ ഈ ആദി കുറയ്ക്കാൻ പറ്റിയാൽ, ഈ ആദി കുറയ്ക്കാനുള്ള വഴിയാണ് വിഷ്ണു സഹസ്രനാമം. എന്താണ്? എല്ലാവരും നമുക്ക് ശീലിച്ചു കഴിഞ്ഞാലല്ലോ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ ഹിന്ദു വീടുകളിലൊക്കെ ഒരു സംസ്കാരം ഉണ്ടാക്കണം. നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്ര നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് കാണാം ഒരു വലിയ പരിവർത്തനം വീട്ടിലുണ്ടാവും. അതൊരു പ്രതിജ്ഞ പോലെ ജീവിക്കുക. ഇപ്പം സ്ത്രീകളാണെങ്കിൽ പീരീഡ് വരാം, അല്ലെങ്കിൽ മരിച്ച പല, അല്ലെങ്കിൽ പ്രസവിച്ചവരങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും നാമജപത്തിനൊരു തടസ്സമായിരുന്നു. പീരീഡ് ആയാലും നാമം ജപിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതല്ലേ എഴുത്തച്ഛൻ അത്ര ഭംഗിയായിട്ട് എഴുതി വെച്ചത്. അറിയാലോ ശ്ലോകം ഏതാണ്? ഋതുവായ പെണ്ണിനും ഇപ്പനം ദാഹകനും പതിതനും നാവൊന്നു വേണ്ടു ഹരി. അപ്പം പീരീഡായ നാമം ചൊല്ലരുതെന്നും എഴുതി വെച്ചില്ല. പൂജാമുറിയിലൊന്നും പോകരുത്, കാരണം അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാമജപത്തിന് യാതൊരുവിധ തടസ്സങ്ങളും, ഇനിയിപ്പോൾ കുളിച്ചിട്ടേ ചൊല്ലാം അങ്ങനെയും ഇല്ല, പൂജാമുറിയിലേ ചൊല്ലാം അതുമില്ല നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ. നിങ്ങൾ നാമം ചൊല്ലാൻ എപ്പോൾ വേണമെങ്കിലും അതൊരു പ്രതിജ്ഞ പോലെ. ഗാന്ധിജിയുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രയർ കൊണ്ടുവന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. പക്ഷെ ഗാന്ധിജി എന്തൊക്കെ പ്രയറാ ചൊല്ലിയത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആകെ നമുക്കറിയുന്നത് ഗാന്ധിജിയെക്കുറിച്ച് രഘുപതി രാഘവ രാജാറാം പതിത പാവന, ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. എന്നാൽ ഗാന്ധിജി ആണെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്ത് ഡെയിലി ചൊല്ലും. ഈശാവാസ്യമിതം സർവ്വം, ഇന്നലെ ഡോക്ടർ അലക്സാണ്ടർ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞ ഈശാവാസ്യ ഉപനിഷത്ത്, അത് ഡെയിലി അതിലെ 18 മന്ത്രങ്ങൾ ചൊല്ലും. കാരണം ഗാന്ധിജി ഗീതയ്ക്ക് കമൻ്ററി എഴുതിയ ആദ്യത്തെ പൊളിറ്റീഷ്യനാണ്. ഈ രാമനാമ ഇസ് ദ ഇൻഫാലിബിൾ ക്യൂർ ഫോർ ഓൾ മൈ ഡിസീസ് എന്ന് അദ്ദേഹം 1950s ആദ്യമായിട്ട് നാച്ചുറോപ്പതി ഹോസ്പിറ്റല് ഉരുളിഖാഞ്ചൻ എന്ന് പറയുന്ന പൂനെയിൽ ഇനാഗുറേറ്റ് ചെയ്ത്. അന്ന് അവിടെ വെച്ചിട്ട് അദ്ദേഹം റിലീസ് ചെയ്തൊരു പുസ്തകമാണ് രാമനാമ ഇസ് ദ ഇൻഫാലിബിൾ. ആ പുസ്തകത്തിൻ്റെ ഒരു അഡ്രസ്സ് പോലും ഇപ്പം ഇല്ല. കാരണം ഇത് രാമനാമങ്ങളൊക്കെ ചൊല്ലിയാൽ എൻ്റെ രോഗങ്ങളെ എനിക്ക് പ്രതിരോധിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്, അതൊക്കെ ലോകത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മതേതരതല്ലാതെ ഇപ്പോൾ. അതുകൊണ്ട് ഈ മതേതരത്തിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായില്ലേ? ഗാന്ധിജി എഴുതിയ ഗീതാ പുസ്തകം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗാന്ധിജി എഴുതിയ ഗീതാ പുസ്തകം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
നോക്കൂ നിങ്ങൾ, നമ്മുടെ ഒരു അവസ്ഥ. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. അതെഴുതിയൊരു പുസ്തകം പോലും നമ്മളെ കാണിപ്പിച്ചിട്ടില്ല ഇവര്. ആകെ നമുക്കറിയുന്നത് അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണം. അത് തന്നെ മുഴുവൻ വായിച്ചിട്ട് അത് വായിച്ചിട്ടുള്ളവർ കൈപ്പൊക്കൂ. കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച്. ആകെ നമുക്ക് ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിൽ തൂക്കിടാവുന്നൊരു കാരണവർ, ഒരു വടിയും പിടിച്ചിട്ട് നടക്കുന്ന ഒരു കാരണവർ അല്ലേ? ആണോ? അദ്ദേഹത്തിനെ മഹാത്മാവാക്കിയത് എന്താണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗാന്ധിജി എങ്ങനെയാണ് മഹാത്മാഗാന്ധിയത്? ആരാ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്? സത്യത്തിൽ നമുക്ക് ഇതിനൊന്നൊരു വിലയില്ല. അദ്ദേഹം കൊണ്ടു നടന്ന ഒരു ആധ്യാത്മിക നിഷ്ഠ, ഭഗവത്ഗീതയൊക്കെ അദ്ദേഹം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിച്ചുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ തളരാതെ പതറാതെ നേതൃത്വം കൊടുത്തത്. മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ ഇവർ ഡിസ്കസ് ചെയ്തത് ഗീതയായിരുന്നു. അതിൻ്റെ തെളിവാണ് ഗീതാ പ്രവചനം എന്ന പേരിൽ ആചാര്യ വിനോബാവെ, ഇവരുടെ കൂടെ ജയിലിൽ കിടന്ന ആചാര്യ വിനോബാവെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പുസ്തകം? ജയിലിൽ വെച്ചെഴുതിയ ഗീതാ പ്രവചനം കണ്ടവരുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ ഏറെ പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. അതിലൊരു പുസ്തകം നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് ഡോക്ടർ KK മുഹമ്മദ് എഴുതിയ ഞാനെന്ന ഭാരതീയൻ. അദ്ദേഹം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം അയോധ്യ എക്സ്കവേഷനിലുണ്ടായ ആളാണ്. അദ്ദേഹത്തിൻ്റെ കുറേ എവിഡൻസോടുകൂടിയ കുറേ പേപ്പേഴ്സ് സബ്മിഷനാണ് സുപ്രീം കോടതിയിൽ അയോധ്യ ജഡ്ജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം വൺ ഓഫ് ദി ടീമാണ്. അദ്ദേഹം ആയിരുന്നില്ല മെയിൻ, വേറെ 1-2 ആളുകളുണ്ടായിരുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ടല്ലോ, ഭാരതത്തിലുടനീളം സഞ്ചരിച്ചിട്ട് ഒരു ഭാരതീയനാണ് ഞാൻ പ്രൗഢോടുകൂടി പറയുന്നു. അത് അദ്ദേഹം പോലുള്ള ആളുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പം അത് നമ്മളൊരു തെറ്റാണ് ഞാൻ പറയില്ല. കാരണം ഇത്തരം പുസ്തകങ്ങളൊന്നും നമ്മളെ അടുപ്പിച്ചിട്ടില്ല. അല്ലേ? ശരിയല്ലേ? ആണോ? ഇപ്പം നമ്മുടെ അച്ഛനമ്മമാർ ചെറുപ്പത്തിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു. ആണോ? ഗീത അവർ വായിച്ചിരുന്നെങ്കിൽ നമ്മളും. അപ്പം നമുക്ക് ഈ പുസ്തകങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ഇത് മാറ്റണം നമ്മൾ. ഇനി അടുത്ത തലമുറയിലേക്ക് നമ്മളൊരു പുതിയ സംസ്കൃതി കൊണ്ടുവരണം. വേണോ? അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ നിന്ന് ആരംഭിക്കാം. എല്ലാവരും രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരു ശീലം ഉണ്ടാക്കി വയ്ക്കുക. എത്ര പേർക്ക് താല്പര്യമുണ്ട് അത് കൊണ്ടുവരണമെന്ന്? താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ബാക്കി കണക്ക് തന്നെ. എന്തായാലും ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ഏത് തെങ്ങിൻ്റെ കൊലയിലുണ്ടാവുമല്ലോ കുറേ എണ്ണം പേട്, 2-3 എണ്ണം പേടുണ്ടാവും. അപ്പം ആ പേട്ട് തേങ്ങകളായി മാറരുത്. വല്ല ഗുണവും നമ്മളെ കൊണ്ടുണ്ടാവണം. ഏതായാലും ഒരു ജന്മം ജനിച്ചു, അത് ഒരു പ്രോപ്പറായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് മരിച്ചു പോവുക, അതല്ലേ വേണ്ടത്. എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അങ്ങനെ വേണോ? ഒരു ശക്തി വേണം, തൃപ്തി വേണം, സ്വസ്ഥത വേണം. ഒന്ന് പറയൂ എല്ലാവരും. മനസ്സിന് ശക്തി വേണം. ഞാൻ ഇത്രയൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. മരിക്കുന്നത് വരെ സ്വസ്ഥത വേണ്ടേ? വേണം. അതുപോലെ തന്നെ ഒരു തൃപ്തി വേണം. എന്താ ഉള്ളത് വെച്ചാൽ അതാണ് തൃപ്തി. അതിലൊരു സന്തോഷം കണ്ടത്. ആ നിലത്ത് കടന്നുറങ്ങുക. ഒരു ലേശം കഞ്ഞിയാണ് സന്തോഷമായിട്ട് കഴിക്കാൻ. പെറുപെറുത്ത് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. വേണോ? ഇപ്പം ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്ന് ആരോഗ്യം പോട്ടെ, നിങ്ങളൊന്ന് അവഗണിക്കില്ല, അപ്പോഴാ പെറുപെറുക്കാൻ തുടങ്ങുക. ഇപ്പം അങ്ങനെ ആരും പെറുപെറുക്കില്ല. കാരണം ഇപ്പോൾ എവരിത്തിങ് സംതിങ് ഈസ് ഓക്കെയാണ്. ഇതെല്ലാം കൈവിടുമ്പോഴാണ് മനസ്സ് റിയാക്ട് ചെയ്യുക. അപ്പം പിന്നെ നമ്മൾ മനസ്സിനെ നേരെയാക്കാൻ വിചാരിച്ചാൽ സാധ്യം.